നാളത്തെ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നാളെ നമുക്ക് നമ്മുടെ പെന്തക്കോസ്റ്റ് വിജിലാണ്. നാളെ പെന്തക്കോസ്ത തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മൾ രാത്രിയിൽ ജാഗരണം പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകമാണ് നമുക്ക് നാളെ ഉള്ളത്. പകൽ സമയത്ത് സാധിക്കുന്നിടത്തോളം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഏകാഗ്രതയിൽ സമയം ചെലവഴിക്കുക. ഫോണും മറ്റ് സാമൂഹിക സമ്പർക്ക കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഏകാഗ്രതയോടെ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ കൺവെൻഷൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ ആരാധനയെ തുടരും. ആരാധന രാവിലെ വരെ തുടരും. അപ്പോൾ ആ സമയത്ത് പെന്തക്കോസ്താഭിഷേകത്തിന് വേണ്ടി കൈവപ്പ് പ്രാർത്ഥന ഉണ്ടാവും. നാളെ വരുന്ന എല്ലാ ആളുകളെയും പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾ വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുണ്ടാവും. അങ്ങനെ വരുന്നവരൊക്കെ നിങ്ങൾക്ക് പറ്റുന്നത്രയും സമയം രാത്രിയിൽ ആരാധന ജാഗരണത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോവുക. വെളുപ്പിനെ വരെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. കിടക്കാൻ സൗകര്യം ഉണ്ടാവില്ല. താമസിച്ചുള്ള ധ്യാനം നടക്കുന്നത് കൊണ്ട് ഇവിടെ മറ്റുള്ളവർക്ക്, പുറത്തുനിന്ന് വരുന്നവർക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ പന്തലിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാം. കുറച്ചൊക്കെ ഇരുന്നൊക്കെ ഉറങ്ങാം. അപ്പോൾ രാവിലെ പ്രാർത്ഥിച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് വെളുപ്പിനെ ഒരു വിശുദ്ധ കുർബാന ഉണ്ടാവും. അതിൽ പങ്കെടുത്തിട്ട് പോകേണ്ടവർക്ക് പോവുകയും ചെയ്യാം. പെന്തക്കോസ്ത ഞായറാഴ്ച ദിവസത്തെ വിശുദ്ധ കുർബാന രാവിലെ നമുക്ക് 7 മണിക്കാണ്. അതിൽ പങ്കെടുക്കേണ്ടവർക്ക് സ്റ്റേ ബാക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ട് 9, 9:30, 10 മണിക്കുള്ളിൽ എല്ലാം തീരും. നമുക്ക് മടങ്ങിപ്പോകാവുന്നതാണ്. അപ്പം അതാണ് തുടർന്നുള്ള 2 ദിവസങ്ങളിലെ ക്രമീകരണം. നല്ലതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരുക്കം നടത്തേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് വളരെ ഇവിടെ താമസിച്ച് ധ്യാനം കൂടുന്ന എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ നിശബ്ദതയിൽ ദിവ്യകാരുണ്യത്തോടെ മുമ്പിൽ ഉറക്കം വരുന്നത് വരെയും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. വിദൂരത്ത് ഓൺലൈനിലൊക്കെ സംബന്ധിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ, വിദൂരങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങാവുന്നതാണ്.